പ്രധാനപ്പെട്ട നാട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അറബിക് കൂടോത്രമാണ്. അറബിക് കൂടോത്രം നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം, ഉറപ്പായിട്ട് നിങ്ങളിത് കാണണം. അറബിക് കൂടോത്രം നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററാണ് അറബിക് കൂടോത്രം. എന്താ കൈ വെച്ച് പിടിച്ചാൽ എന്താ കുഴപ്പം? പിടിച്ച് കടിക്കും, കൈ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ കൈ സീനാ. നമ്മുടെ സ്വന്തം വീട്ടിൽ, അതായത് അമ്മച്ചിയുടെ പേരിലുള്ള കുതിരപ്പന്തിയിലുള്ള നമ്മുടെ സ്വന്തം വീട്ടിൽ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയാണ്. പുറകിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ ഔട്ട്ഡോർ ഡീപ്പ് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചെറിയൊരു നിധി നമ്മുടെ കണ്ണിൽ കണ്ടത്. ഒരിക്കലും ഇത് നശിച്ചു പോകാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞാണ് ഇവിടെ ആരോ കൊണ്ട് സ്ഥാപിച്ചേക്കുന്നത്. നമുക്കൊന്ന് എടുത്തു. എൻ്റെ പൊന്നളിയ, ഇവരൊക്കെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറബിക് കൂടോത്രം, പ്ലാസ്റ്റിക് കവറ്, തകിട് എടുത്തു നോക്കാം. സംഭവം ഇത് കണ്ടില്ലേ, എന്തോ തകിടാണ് കേട്ടാ. ഇനി അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഇതൊന്നും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനൊന്നും ചെയ്യാൻ പറയണില്ല. അപ്പോൾ അതേ ഇത് എന്തോ അറബിയൊക്കെ എഴുതി ഇട്ടേക്കുവാണ്. അപ്പോൾ ഏതോ ഒരു അറബി കൂടോത്രമാണ്. നമ്മുടെ വിജയങ്ങൾ കണ്ടിട്ട് ആർക്കൊക്കെയോ നല്ലോണം കുരുക്കുന്നുണ്ട്, പൊട്ടി പൊളിയുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ സാധനം ലോഹം ആയതുകൊണ്ട് നമുക്ക് കുഴിച്ചു മൂടി കളയാം. പിന്നെ ഇത് പ്ലാസ്റ്റിക് നമുക്ക് മാറ്റിയിട്ട് ഹരിതകർമ്മസേനയ്ക്കും കൊടുത്തു മാറ്റിയേക്കാം. എൻ്റെ പൊന്നുമുത്തേടാ, തകിട് അടിച്ചിട്ട് സാനിറ്റൈസറൊക്കെ അടിച്ചിട്ടാണ് നീ പിടിക്കാൻ. എനിക്ക് ചെറുക്കനെ കൊണ്ട് സാനിറ്റൈസറൊക്കെ അടിച്ചിട്ട് വേണം. ഹരിതകർമ്മസേനയ്ക്ക് അവർക്ക് ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവർക്ക് സാനിറ്റൈസർ വേണം, ഡെറ്റോളിലൊക്കെ ഒന്ന് മുക്കണം. നീ ഗ്ലൗസ് ഇട്ടാൽ മാത്രം മതിയോ? നീ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആളല്ലേ. മണ്ണിനടിയിൽ ബാക്ടീരിയാസ് ഒക്കെ വരും. നീ ഇതിനകത്ത് ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ മണ്ണിനകത്ത് വീണ്ടും പകരത്തില്ലേ. നീ സാനിറ്റൈസറിനകത്ത് കുളിപ്പിച്ചിട്ട് വേണോ അതിനെ കുഴിച്ചു മൂടാൻ. ഇന്നത്തെ കാലത്ത് ഇതുപോലൊക്കെ പൊട്ടന്മാർ, അത് കൂടോത്ര കണ്ടൻ്റൊക്കെ എന്തൊരു വിവരമില്ലാത്തവൻ എന്ന് തന്നെ എനിക്ക് ചോദിക്കണം. എനിക്ക് പറ്റുന്നും കൊണ്ടല്ല. അങ്ങനെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ഇപ്പം ഇത് ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇന്ത്യക്ക് ഇപ്പം പാകിസ്ഥാനെ നശിപ്പിക്കണം. പാകിസ്ഥാനെതിരെ ഒരു കൂടോത്രം ചെയ്താൽ പോരെ? ഈ കണ്ട പട്ടാളക്കാരെ എല്ലാം കാവലിനായിട്ട് അവിടെ ഇട്ട് AK-47 ഒക്കെ കൊടുത്തിട്ട് വല്ല ആവശ്യമുണ്ടോ? പാകിസ്ഥാനെതിരെ നല്ലൊരു ഇന്ത്യയിലുള്ള മൊത്തം മന്ത്രവാദികളെ കൊണ്ടൊരു കൂടോത്രം ചെയ്യിപ്പിച്ചാൽ പോരെ? നമ്മുടെ മനസ്സിനെ തകർക്കാനുള്ള സംഭവമാണ്. പൊന്ന് വിവരമില്ലാത്ത ചെറുക്കാന്ന് തന്നെ എനിക്ക് നിന്റെ പറയേണ്ടി വരും. കാരണം ആരെങ്കിലും ബോധമുള്ളവരാണ് പ്ലാസ്റ്റിക് കവറകത്ത് തകിട് എഴുതിയത് അറബിക്കകത്ത്. എന്നെ കുറേ മരവാളികൾ ഇങ്ങനെ എന്തിനാ ദൈവമേ ഇങ്ങനെയുള്ളതിനെയൊക്കെ സൃഷ്ടിച്ചേക്കെന്ന് എനിക്കറിയത്തില്ല. അറബിക് എണ്ണന്മാരാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറബിക് എണ്ണന്മാർക്കുള്ളതെല്ലാം നിങ്ങൾ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വർക്കിംഗ് ആണെന്ന്? എനിക്ക് പേഴ്സണൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഈ ലോകയുദ്ധങ്ങളും എല്ലാം വേണോ? വല്ല കൂടോത്രം വല്ലതും എഴുതി ഇട്ടാൽ പോരെ? അല്ലെന്നുണ്ടെങ്കിൽ എന്തുവാ മറ്റേ തകിടിനകത്ത് പാകിസ്ഥാനിൽ കൊണ്ട് എറിഞ്ഞാൽ പോരെ? എല്ലാം നശിച്ച് നാറാണക്കല്ലാവത്തില്ലേ? എനിക്ക് ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞ് വരുന്നത്. എന്നാലും ഇമാതിരി ഇവരൊക്കെ അടക്കെ എനിക്ക് തോന്നിയത് ഇവൻ തന്നെ കണ്ട് എഴുതിയിട്ട് പഴയ കേട്ട് സ്റ്റീലിൻ്റെ പാത്രം കെട്ടി ഇവൻ തന്നെ എഴുതിയിട്ട് വല്ല പെൻസിലോ തെളിയാത്ത പേനോ വെച്ച് കുത്തി വരച്ചിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ ബാക്കിയൊന്ന് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് തടയാൻ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെയൊക്കെ. എൻ്റെ അന്നാ എനിക്ക് വേറെ സംശയമുള്ള എന്തറിയോ, അല്ല പാരസെറ്റാമോളിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അലൂമിനിയം ഫോയിനകത്ത് വരുന്ന മറ്റേ ഗുളികയില്ലേ, അതിൻ്റെ കവറൊക്കെ അരടി ചുരുട്ടിയിട്ട് എടുത്ത് കവറിനകത്താക്കി കളഞ്ഞായിരിക്കും. അറബിക്കിൻ്റെ പഴം എൻ്റെ അളിയാ. ഓ